നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ വേണുഗോപാൽ. ആദ്യം പ്രധാന വാർത്തകൾ. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട തെക്കങ്കര സ്വദേശി ജെയിൻ വീട്ടിലെത്തി. വ്യാഴാഴ്ച വൈകിട്ട് 3:30 വീട്ടിലെത്തിയ ജെയിനെ സ്വീകരിക്കാൻ വടക്കാഞ്ചേരി MLA ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും ബന്ധുക്കളും എത്തിയിരുന്നു. മാതാവ് ജെസ്സിയുമായുള്ള കൂടിക്കാഴ്ച വൈകാരിക രംഗങ്ങൾക്ക് സാക്ഷിയായി. മരണപ്പെട്ട ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ, ജനിച്ചു വളർന്ന മണ്ണിന് മുകളിൽ കൈവശരേഖ എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പട്ടയ അസംബ്ലിക്ക് മുന്നോടിയായി അപേക്ഷകൾ സ്വീകരിച്ചു. ചേലക്കര നിയോജക മണ്ഡലത്തിലെ പട്ടയ അപേക്ഷകൾ സ്വീകരിച്ചതിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. ചെറുതുരുത്തി തോമസ് വധക്കേസ് നടന്ന് 25 വർഷം. പോലീസും CBIയും അന്വേഷണം നടത്തിയെങ്കിലും കേസ് തെളിയിക്കാനോ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനോ കഴിഞ്ഞില്ല. SIT അന്വേഷണം നടത്തണമെന്ന ആവശ്യവുമായി കുടുംബം. ദേശമംഗലം ആറ്റുപുറം പൈതങ്ങളുടെ ആണ്ട് നേർച്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മക്കാമംഗണത്തിൽ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. ഷൊർണൂർ വാടാനാംകുറിശ്ശിയിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വാടാനാംകുറിശ്ശി കല്ലിടുമ്പിൽ വീട്ടിൽ സഞ്ജയാണ് മരിച്ചത്.